ആയിരക്കണക്കിന് ഡൈനോസർ വർഗ്ഗങ്ങളുടെ 10,000-ലേറെ ഫോസിൽസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഫോസിലൈസേഷൻ എന്നത് അത്യധികം അപൂർവമായ പ്രക്രിയയാണ്. ഭൂരിപക്ഷം ജീവിവർഗങ്ങളും ഒരടയാളം പോലും അവശേഷിപ്പിക്കില്ല. അവ ജീവിക്കുന്നു, മരിക്കുന്നു, എന്നേക്കുമായി മായ്ക്കപ്പെടുന്നു. അതിനാൽ ഭൂമിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സകല ജീവികളിലും വെറും 0.1% ജീവികൾ പോലും ഫോസിലൈസ്ഡ് ആയിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ആയിരക്കണക്കിന് ദിനോസർ വർഗ്ഗങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വെറും സാമ്പിൾ മാത്രമാണ്. ടീറക്സിനെയാണ് ഏറ്റവും ഭീകരമായ ഡൈനോസർ ആയിട്ട് നമ്മൾ കരുതുന്നത്. എന്നാൽ ചിലപ്പോൾ ഇതിനേക്കാൾ മാരകമായ വേറെ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നിരിക്കും. അതിന്റെ മുന്നിൽ ടീറക്സ് വെറും നിസ്സാരമായ കീടമായിരിക്കും. അതുപോലെ ഏറ്റവും വലുതെന്ന് നമ്മൾ കരുതുന്ന ടൈറ്റാനോസോർ വർഗത്തിനേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള വേറെ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അവയൊന്നും ഫോസിലൈസ്ഡ് ആയില്ല. അങ്ങനെയെങ്കിൽ പുരാതന കാലത്തിൽ ശരിക്കും എത്ര തരം ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു? നമുക്ക് നോക്കാം. എത്ര തരം ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തുന്നതിന് മുന്നേ എങ്ങനെയാണ് ഫോസിൽസ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു മൃഗം മരിക്കുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ അത് ഒരിക്കലും നേരിട്ട് ഫോസിലായി മാറില്ല. സാധാരണഗതിയിൽ ഒരു മൃഗത്തിനെ ആദ്യം പ്രഡറ്റേഴ്സ് തിന്നും. അവശേഷിക്കുന്നത് പിന്നീട് സ്കാവഞ്ചേഴ്സ് വന്ന് തിന്നു തീർക്കും. ഒടുവിൽ എല്ലുകൾ മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. ഈ എല്ലുകളെയാണെങ്കിൽ സൂക്ഷ്മജീവികൾ ആഹാരമാക്കും. അങ്ങനെ അവസാനം ഒരു തരി പോലും അവശേഷിക്കാതെ ആ മൃഗത്തിന്റെ സകലവും മറ്റ് ജീവികൾ ആഹാരമാക്കും. ഏത് ആവാസ വ്യവസ്ഥയിലായിരുന്നാലും, ഏത് മൃഗമായിരുന്നാലും, ഏത് കാലഘട്ടമായിരുന്നാലും ഇങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ സകല ജീവികൾക്കും സംഭവിക്കുന്നത്. എന്നാൽ അസാധാരണമായ ചില സാഹചര്യങ്ങളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പോലെയുള്ള ചില പ്രതിഭാസങ്ങൾ കാരണം ചില മൃഗങ്ങളുടെ ശവശരീരങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവനുള്ള മൃഗങ്ങൾ വളരെ പെട്ടെന്ന് മണ്ണിനടിയിലാകും. അപ്പോൾ പിന്നെ മറ്റു ജീവികൾക്കൊന്നും അതിനെ തിന്നാൻ പറ്റില്ല. പക്ഷേ സൂക്ഷ്മജീവികൾ അപ്പോഴും ഒരു പ്രശ്നമാണ്. അത് ശരീരത്തിനെ പതിയെ പതിയെ തിന്നും. എന്നിരുന്നാലും മണ്ണിനടിയിൽ ഓക്സിജൻ തീരെ കുറവാണ്. അതുകൊണ്ട് ശരീരം മുഴുവൻ ജീർണിച്ച് തീരാൻ ഒരുപാട് കാലമെടുക്കും. ഒരുപാടെന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകൾ മുതൽ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം വരെ സമയമെടുക്കും. അപൂർവം ചില സാഹചര്യങ്ങളിൽ അത്രയും കാലത്തിനുള്ളിൽ ചിലപ്പോൾ ആ ജീവിയുടെ എല്ലുകൾ മുഴുവൻ മിനറൽസ് കൊണ്ട് നിറയും. അനന്തരഫലമായി എല്ലുകൾ മുഴുവൻ തിന്നു തീർക്കുമ്പോഴേക്കും അതിന്റെ സ്ഥാനത്ത് മിനറൽസ് കൊണ്ട് നിർമ്മിതമായ കട്ടിയുള്ള കല്ലുകൾ പോലത്തെ ഘടനകൾ രൂപപ്പെടും. അതായത് ഈ ഘടനകൾക്ക് കൃത്യമായും എല്ലുകളുടെ അതേ രൂപമായിരിക്കും. യഥാർത്ഥത്തിൽ ഈ ഘടനയെയാണ് നമ്മൾ ഫോസിൽ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഓർക്കുക, എല്ലാം ഒത്തുചേർന്ന് വരുന്ന അത്യപൂർവം ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. മണ്ണിനടിയിലാകുന്ന ശരീരം ജീർണിച്ച് തീരുന്നതിന് മുന്നേ അതിന്റെ എല്ലുകളിൽ മിനറൽസ് കൊണ്ട് നിറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ സ്ഥലത്തിൽ അതിനാവശ്യമായ മിനറൽസ് ഉണ്ടായിരിക്കണം. ഓക്സിജന്റെ അളവ് തീരെ കുറവായിരിക്കണം. മണ്ണിനടിയിൽ തന്നെ കുറെ കാലം കിടക്കണം. മിനറൽസ് കൊണ്ടെത്തിക്കാൻ വേണ്ടി അവിടെ ആവശ്യത്തിന് ജലമൊഴുകണം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ആവശ്യമാണ്. ഏതെങ്കിലും ഒന്നിൽ കുറവ് പറ്റിയാൽ തന്നെ ഫോസിലൈസേഷൻ സംഭവിക്കില്ല. അതുകൊണ്ട് ഫോസിലൈസേഷൻ സംഭവിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അതെത്രത്തോളം കുറവാണെന്ന് മനസ്സിലാക്കാൻ സാങ്കല്പികമായ ഒരു ഉദാഹരണം നമുക്ക് ചിന്തിക്കാം. അതായത് ഒരു വലിയ ട്രക്ക് നിറയെ 30,000 കിലോഗ്രാമോളം ഭാരത്തിൽ മണലുണ്ട്. അതിൽ ഒരൊറ്റ മണൽ തരി മാത്രം സ്വർണ്ണ നിറത്തിൽ പെയിന്റ് അടിച്ചതാണ്. നമ്മൾ വെറുതെ റാൻഡമായിട്ട് അതിൽ നിന്നും ഒരു മണൽ തരി എടുത്താൽ അത് സ്വർണ്ണ പെയിന്റ് അടിച്ചതായിരിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ടോ അത്രയുമാണ് ഒരു ഫോസിൽ ഉണ്ടാകാനുള്ള സാധ്യതയും. ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും പൂർണ്ണമായും വംശനാശം സംഭവിച്ചാൽ അതിൽ ആകെ 1000 മുതൽ 1500ഓളം എല്ലുകൾക്ക് മാത്രമേ ഫോസിലൈസേഷൻ സംഭവിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ 1500 മനുഷ്യരുടെ പൂർണ്ണമായ ഫോസിൽസ് കിട്ടുമെന്നല്ല, ആകെ മൊത്തം 1500 എല്ലുകൾ മാത്രം. ഓർക്കുക, ഇന്ന് ഭൂമിയിൽ 800 കോടിയിലധികം മനുഷ്യരുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ 206 എല്ലുകളും ഉണ്ടായിരിക്കും. എന്നിട്ടും അതിൽ ആകെ വെറും 1500 എല്ലുകൾ മാത്രമേ ഫോസിൽസ് ആയി മാറുകയുള്ളൂവെന്ന് പറയുമ്പോൾ ഫോസിലൈസേഷൻ എത്രമാത്രം അപൂർവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സകല ജീവികളുടെയും കണക്ക് നോക്കിയാൽ അതിൽ ആകെ വെറും 0.1% ജീവികൾ പോലും യഥാർത്ഥത്തിൽ ഫോസിലൈസ്ഡ് ആയിട്ടില്ല. ഇത് തന്നെയാണ് ഡൈനോസേഴ്സിന്റെ അവസ്ഥയും. ഒരുപാട് ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ വെറും 0.1% മാത്രമേ ഫോസിലൈസ്ഡ് ആയി മാറിയിട്ടുള്ളൂ. പക്ഷേ ഫോസിൽസ് രൂപം കൊള്ളുന്നത് മാത്രമല്ല പ്രശ്നം, അത് കുറെ കാലം നിലനിൽക്കുകയും കൂടെ വേണം. ഫോസിൽ ചുറ്റുമുള്ള മണ്ണിനേക്കാൾ കട്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഏറെ കാലങ്ങൾ നിലനിൽക്കുന്നത്.
എന്നിരുന്നാലും അത് ഒരിക്കലും നശിക്കാതിരിക്കാൻ മാത്രം ശക്തമല്ല. പല രീതിയിലും പ്രകൃതിക്ക് ഫോസിൽസിനെ സെക്കൻഡുകൾ കൊണ്ട് നശിപ്പിക്കാൻ പറ്റും. ഫോസിലിന് മുകളിൽ നിരന്തരമായ മണ്ണൊലിപ്പ് സംഭവിച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ മുകളിലുള്ള മണ്ണ് മൊത്തം പോവുകയും ഒടുവിൽ ഫോസിൽ പുറത്തു വരികയും ചെയ്യും. പുറത്തു വന്നാൽ പിന്നെ അധിക കാലം നിലനിൽക്കില്ല. ഒരു തരി പോലും ഇല്ലാതെ വളരെ വേഗം തന്നെ അത് പൂർണ്ണമായും നശിച്ചു പോകും. പ്ലേറ്റ് ടെക്ടോണിക്സ് കാരണം ഭൂമിയുടെ ക്രസ്റ്റ് മുഴുവൻ എപ്പോഴും നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അനന്തരഫലമായി ചിലപ്പോൾ ഫോസിൽ തീരെ ആഴത്തിലോട്ട് പോകും. അങ്ങനെ ഒരുപാട് ആഴത്തിൽ പോയാൽ ഒന്നുകിൽ അവിടുത്തെ സമ്മർദ്ദം കാരണം, അല്ലെങ്കിൽ ഭാരം കാരണം, അതുമല്ലെങ്കിൽ താപനില കാരണം ഫോസിൽ തവിട് പൊടിയായി നശിക്കും. ഒരു ഭൂചലനം ഉണ്ടായാൽ തന്നെ ഫോസിൽസ് അപ്രത്യക്ഷമാകും. അസിഡിറ്റി കൂടുതലുള്ള ജലം ഫോസിലിലൂടെ ഒഴുകിയാൽ അത് കാരണവും ഫോസിൽ നശിക്കും. ഇങ്ങനെ രൂപം കൊണ്ട ഒരു ഫോസിലിനെ നിസ്സാരമായി എന്നേക്കുമായി നശിപ്പിച്ച് കളയാൻ പ്രകൃതിക്ക് ഒരുപാട് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോസിൽ ഒരുപാട് കാലം നിലനിൽക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കണക്കുകൂട്ടൽ പ്രകാരം ഒരു ഫോസിൽ രൂപം കൊണ്ട ശേഷം പിന്നെ ഓരോ 10 മടങ്ങ് വർഷങ്ങൾ കഴിയുമ്പോഴും അത് നിലനിൽക്കാനുള്ള സാധ്യത 20% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് 100 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ഫോസിലിന് ഇനി അതിജീവിക്കാനുള്ള സാധ്യത 80%. 1 കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായതാണെങ്കിൽ അതിന് ഇനി അതിജീവിക്കാൻ വെറും 0.8% സാധ്യതയേ ഉള്ളൂ. പക്ഷേ ദിനോസറുകൾ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവയുടെ ഫോസിൽസ് ഇപ്പോഴും നിലനിൽക്കാനുള്ള സാധ്യത ഏതാണ്ട് 0 അടുത്താണ്. ഓർക്കുക, ആകെ 0.1% ദിനോസറുകൾക്ക് മാത്രമേ ഫോസിലൈസേഷൻ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. അതിലും വെറും 0.1% മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 0.000001% ഡൈനോസേഴ്സിന്റെ ഫോസിൽസ് മാത്രമേ ഇന്ന് ഭൂമിയിലുള്ളൂ. ഫോസിൽസ് നിലനിൽക്കാൻ അത്രയേറെ പ്രയാസമാണ്. ഇനി അഥവാ സകല വെല്ലുവിളികളെയും അതിജീവിച്ച് ഒരു ഫോസിൽ ഏറെ കാലങ്ങൾ നിലനിന്നാൽ പോലും അതിനെ കണ്ടെത്തുക എന്നതാണ് മറ്റൊരു വലിയ വെല്ലുവിളി. ഒരുപാട് ആഴങ്ങളിൽ കിടക്കുന്ന ഒരു ഫോസിൽ കൃത്യമായും മനുഷ്യരുടെ കാലത്ത് തന്നെ മുകളിലേക്ക് വരേണ്ടതുണ്ട്. ശേഷം കൃത്യമായി ആ ഫോസിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ആരെങ്കിലും കുഴിക്കണം. പക്ഷേ മിക്കവാറും ഫോസിൽ ഉണ്ടെന്നറിയാതെയായിരിക്കും കുഴിക്കുന്നത്. അങ്ങനെ കുഴിക്കുമ്പോൾ അതിന്റെ ആഘാതത്തിൽ ഫോസിൽ മൺകട്ട പോലെ തകർന്നു പൊടിയാനാണ് കൂടുതൽ സാധ്യത. പാലിയോന്റോളജിസ്റ്റുകളൊക്കെ ചിലപ്പോൾ വർഷങ്ങളോളം സമയമെടുത്തിട്ടാണ് ചില ഫോസിൽസ് ഒക്കെ തോണ്ടിയെടുക്കുന്നത്. കാരണം ഒരു മുടിനാരിഴയുടെ പിഴവ് സംഭവിച്ചാൽ പോലും ചിലപ്പോൾ ഒരു ഫോസിൽ തകരും. ഇനി അഥവാ ഒരു ഫോസിൽ പ്രകൃതിപരമായ ഏതെങ്കിലും വിധത്തിൽ പുറത്തു വന്നാൽ പിന്നെ അത് മിക്കവാറും ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും നശിച്ചു പോകും. ഏതെങ്കിലും ചുമരിലാണ് ഈ ഫോസിൽ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് വന്ന് നിലത്ത് വീണ് തകരാനുള്ള സാധ്യതയുമുണ്ട്. അതിനു മുന്നേ കൃത്യമായും ആരെങ്കിലും അതുവഴി പോവുകയും ആ ഫോസിൽ കാണുകയും വേണം. ഇനി അഥവാ അത് കണ്ടാൽ തന്നെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മിക്കവാറും അത് ഫോസിലാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഉള്ളതിനാൽ നിഗമനമനുസരിച്ച് ആകെ 10% ഫോസിൽസ് മാത്രമേ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോഴും ഭൂമിക്കടിയിൽ തന്നെ മറഞ്ഞു കിടക്കുകയാണ്. ഇത് ഡൈനോസർ ഫോസിൽസിന്റെ കാര്യം മാത്രമല്ല, സകല ജീവികളുടെയും ഫോസിൽസിന്റെ ആകെ മൊത്തത്തിലുള്ള കണക്കാണ്. ഇത്രയേറെ സാധ്യതകൾ കുറവായിരുന്നിട്ടും നമ്മൾ 1500ഓളം ഡൈനോസർ വർഗ്ഗങ്ങളുടെ ഫോസിൽസ് കണ്ടെത്തിയെങ്കിൽ പണ്ട് എത്രമാത്രം ഡൈനോസർ വർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. വെറുതെ ചിന്തിച്ച് സമയം കളയണ്ട, അത് നമുക്ക് കണക്കുകൂട്ടി നോക്കാം. ഇന്ന് ഭൂമി ഭരിക്കുന്നത് മാമൽസ് ആണ്. നിലവിൽ 6500-ലധികം മാമൽ സ്പീഷീസ് ഉണ്ട്. പക്ഷേ അത് ശാസ്ത്രലോകം കണ്ടെത്തിയ മാമൽസിന്റെ കാര്യം മാത്രമാണ്. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത നിരവധി സസ്തനി വർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ വർഷവും 25 മുതൽ 65ഓളം വരെ പുതിയ മാമൽ സ്പീഷീസിനെ കണ്ടെത്തുന്നുണ്ട്. നിഗമനപ്രകാരം ഇനിയും ഏകദേശം 20% മാമൽ സ്പീഷീസ് ഭൂമിയിൽ പലയിടങ്ങളിലുമായി മറഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ എന്ന് കരുതി ആനയേക്കാൾ വലിയ മാമൽസ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്നല്ല. അത്രയും വലിയ ജീവി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പണ്ടേ തന്നെ നമ്മൾ കണ്ടെത്തുമായിരുന്നു. മറിച്ച് പുതുതായി കണ്ടെത്തുന്ന എല്ലാം എലികൾ പോലത്തെ തീരെ കുഞ്ഞൻ മാമൽസ് ആണ്. അതിനു പുറമെ പുതുതായി കണ്ടെത്തുന്ന പകുതിയിൽ കൂടുതൽ മാമൽ സ്പീഷീസും യഥാർത്ഥത്തിൽ അജ്ഞാതമായ മാമൽസിനെ ആദ്യമായി മനുഷ്യർ കണ്ടെത്തുന്നതല്ല. പകരം ഓൾറെഡി അറിയാവുന്ന മാമൽ വർഗ്ഗങ്ങൾ പ്രത്യേകം ഒരു സ്പീഷീസ് ആണെന്ന് തിരിച്ചറിയുന്നതാണ്. എന്തായാലും മറഞ്ഞു കിടക്കുന്ന വർഗ്ഗങ്ങളെയും കൂടെ കൂട്ടിയാൽ ഇന്ന് ഭൂമിയിൽ 8500ഓളം മാമൽസ് ഉണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ കണ്ടെത്തിയ ഫോസിൽ രേഖകളും വെച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 6.5 കോടി വർഷങ്ങൾക്കിടയിൽ ഭൂമിയിൽ 100,000-ലധികം സസ്തനി വർഗ്ഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ കണക്കാണ്.
ഭൂരിപക്ഷം പേരും അംഗീകരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലായ കണക്കാണ്. അത് മനസ്സിലാക്കാൻ ആദ്യം ഓരോ കാലഘട്ടത്തിലും ശരാശരി എത്ര മാമൽസ് ഉണ്ടായിരുന്നുവെന്ന് കണക്കുകൂട്ടണം. ഡൈനോസേഴ്സിന്റെ വംശനാശത്തിന് ശേഷമാണ്, അതായത് 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് മാമൽസ് ഭൂമി ഭരിക്കാൻ തുടങ്ങിയത്. എല്ലാ കാലഘട്ടത്തിലും വർഗങ്ങളുടെ വൈവിധ്യം ഒരേപോലെ ആയിരിക്കില്ല. ഇന്ന് 8500ഓളം വർഗങ്ങളുണ്ട്. എന്നാൽ ചില കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കുറവായിരിക്കും, മറ്റ് ചില കാലഘട്ടങ്ങളിൽ കൂടുതലുമായിരിക്കും. അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളുടെയും ശരാശരി നോക്കുമ്പോൾ ഇന്നത്തെ 8500 എന്ന കണക്ക് തന്നെയാണ് ഉത്തമം. ഇനി അടുത്ത് ഒരു വർഗം എത്ര കാലം നിലനിൽക്കുമെന്ന കണക്ക് നോക്കണം. ശരാശരി മാമൽ വർഗങ്ങളുടെ ആയുസ് എന്നത് 10 ലക്ഷം വർഷങ്ങളാണ്. എന്നുവെച്ചാൽ 10 ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു മാമൽ വർഗം ഒന്നുകിൽ പുതിയ വർഗമായി പരിണമിക്കും, അല്ലെങ്കിൽ അതിന് വംശനാശം സംഭവിക്കും. ഇതിനെ സ്പീഷീസ് ടേൺ ഓവർ എന്നാണ് പറയുന്നത്. എല്ലാ മാമൽസും കൃത്യമായി ഇതേ കണക്കല്ല ഫോളോ ചെയ്യുന്നത്. ചില മാമൽസ് ഏതാനും ചില ലക്ഷം വർഷങ്ങളെ നിലനിൽക്കുകയുള്ളൂ, എന്നാൽ മറ്റു ചിലത് പല ദശലക്ഷം വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് ശരാശരി കണക്ക് നോക്കുമ്പോഴാണ് 10 ലക്ഷം വർഷങ്ങളെന്ന സംഖ്യ കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് കണക്ക് കൂട്ടി നോക്കിയാൽ 5.5 ലക്ഷത്തിൽ കൂടുതൽ സസ്തനി വർഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഭൂമിയിൽ ഉണ്ടാകുന്ന 99% ജീവി വർഗങ്ങൾക്കും കാലക്രമേണ വംശനാശം സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 9 ലക്ഷത്തോളം സസ്തനി വർഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ഇനി മറ്റ് ചില കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ കണക്ക് ദശലക്ഷത്തിൽ കൂടുതലാകും. നിർഭാഗ്യവശാൽ ഇതിലേതാണ് ശരിയായ കണക്കെന്ന് നമുക്ക് ഒരിക്കലും കൃത്യമായി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനാൽ നമുക്ക് തൽക്കാലം കൂടുതൽ പേരും അംഗീകരിക്കുന്ന കണക്ക് തന്നെ നോക്കാം. അപ്പോൾ കഴിഞ്ഞ 6.5 കോടി വർഷങ്ങൾക്കിടയിൽ 5 ലക്ഷം സസ്തനികൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ഡൈനോസേഴ്സിന്റെ കണക്കും നോക്കാം. ദിനോസറുകൾ ഏതാണ്ട് 17 കോടി വർഷങ്ങളോളം ഭൂമി ഭരിച്ചു, അതായത് മാമൽസിന്റെ 3 ഇരട്ടിയോളം സമയം. ഡൈനോസേഴ്സിന്റെ സ്പീഷീസ് ടേൺ ഓവർ നിരക്ക് എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഫോസിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു ദിനോസർ വർഗം ഏകദേശം 50 ലക്ഷം വർഷങ്ങൾ നിലനിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡൈനോസേഴ്സിന്റെ 17 കോടി വർഷങ്ങളുടെ കാലയളവിൽ 34 തവണ സ്പീഷീസ് ടേൺ ഓവർ സംഭവിച്ചിട്ടുണ്ടാകും. 1500ഓളം ഡൈനോസർ വർഗങ്ങളുടെ ഫോസിൽസ് ആണ് നിലവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം ഒരേ കാലഘട്ടത്തിലുണ്ടായ ഡൈനോസേഴ്സ് അല്ല. ഇതിൽ 17 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഡൈനോസേഴ്സിന്റെ ഫോസിൽസ് വരെയുണ്ട്. അതിനാൽ ഒരേ സമയം എത്ര ഡൈനോസർ വർഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. വേണമെങ്കിൽ മാമൽസിന്റെ കണക്ക് തന്നെ നമുക്ക് പരിഗണിക്കാം. പക്ഷെ അത് നിലവിലൊരു വലിയ തർക്ക വിഷയമാണ്. എന്തെന്നാൽ മാമൽസിനേക്കാൾ ഒരുപാട് വലിപ്പം കൂടിയ നിരവധി ഡൈനോസർ വർഗങ്ങൾ ഉണ്ടായിരുന്നു. ഓർക്കുക, കരയിലെ കാര്യം മാത്രമാണ് ഈ പറഞ്ഞത്. കാരണം ഡൈനോസേഴ്സ് എല്ലാം തന്നെ കരയിൽ ജീവിക്കുന്നവയായിരുന്നു. സമുദ്രത്തിലെ മാമൽസിനെയും കൂടെ പരിഗണിച്ചാൽ ഭാരതത്തിൽ ഇന്നത്തെ ബ്ലൂ വെയിലിന്റെ പകുതി പോലും ഒരു ഡൈനോസറും വരില്ല. എന്തായാലും നല്ലൊരു ശതമാനം ഡൈനോസർ വർഗങ്ങളും മാമൽസിനേക്കാൾ വലിപ്പമുള്ളവയായിരുന്നു. അതുകൊണ്ട് മാമൽസിന്റെ അത്രത്തോളം അളവിൽ ഡൈനോസർ വർഗങ്ങൾക്ക് ഒരേ സമയം നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ പറയുന്നത്. എന്നാൽ അതേസമയം ഡൈനോസേഴ്സിന്റെ മെറ്റബോളിസം മാമൽസിനേക്കാൾ ഒരുപാട് എഫിഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ട് അവയ്ക്ക് മാമൽസിന്റെ അത്രത്തോളം ആഹാരം ആവശ്യമില്ല. അതുമാത്രമല്ല, ഡൈനോസേഴ്സ് എല്ലാം മുട്ടയിടുന്ന ജീവികളാണ്. അത്തരം ജീവികൾക്ക് കൂടുതൽ എഫിഷ്യന്റായി റീപ്രൊഡ്യൂസ് ചെയ്യാനും ആകും. അന്നത്തെ ആവാസ വ്യവസ്ഥകളും ഡൈനോസേഴ്സിനെ സമ്പന്നമായി നിലനിൽക്കാൻ വളരെ വളരെ ഉത്തമമായിരുന്നു. ഈ കാരണങ്ങളാൽ മാമൽസിന്റെ 5 മടങ്ങോളം അളവിലുള്ള ഡൈനോസർ വർഗങ്ങൾക്ക് ഒരേ സമയം ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുമെന്നാണ് മറ്റ് ചില ശാസ്ത്രജ്ഞർ പറയുന്നത്. ഒരാവാസ വ്യവസ്ഥയിൽ എത്ര വർഗം ഡൈനോസേഴ്സിന് നിലനിൽക്കാൻ കഴിയുമെന്നറിയാൻ നിരവധി സിമുലേഷൻസും എസ്റ്റിമേഷൻസും ഒക്കെ നടത്തിയിട്ടുണ്ട്. മാമൽസിനേക്കാൾ കൂടുതൽ വർഗം ഡൈനോസേഴ്സിന് ഒരേ സമയം നിലനിൽക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ പഠനങ്ങളെല്ലാം പറയുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ മാമൽ വർഗത്തിന്റെ കണക്ക് തന്നെ നമുക്ക് തൽക്കാലം പരിഗണിക്കാം. അതായത് ഒരേ സമയം 6500 വർഗം ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നുവെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ 17 കോടി വർഷ കാലയളവിൽ 2,20,000-ൽ കൂടുതൽ ഡൈനോസർ വർഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതിൽ നമുക്കറിയാവുന്നത് ആകെ വെറും 1500 വർഗങ്ങളെ മാത്രമാണ്. ഓർക്കുക, ഇത് ഏറ്റവും കുറഞ്ഞ കണക്കാണ്. ശരാശരി ദിനോസർ വർഗത്തിന്റെ ആയുസ് തീർച്ചയായും 50 ലക്ഷം വർഷങ്ങളായിരിക്കില്ല. എന്തെന്നാൽ വലിപ്പം കൂടിയ ജീവികളുടെ സ്പീഷീസ് ടേൺ ഓവർ റേറ്റും കൂടുതലായിരിക്കും. മാമൽസിന്റെ സ്പീഷീസ് ടേൺ ഓവർ റേറ്റ് 10 ലക്ഷമാണെങ്കിൽ ദിനോസറുകളുടേത് സ്വാഭാവികമായും അതിനേക്കാൾ കൂടുതലായിരിക്കണം. നമ്മൾ കണ്ടെത്തിയ ഫോസിലെ ദിനോസറുകൾ ഒരുപക്ഷെ ഒരുപാട് കാലം നിലനിൽക്കുന്ന അപൂർവമായ ഡൈനോസേഴ്സ് മാത്രമായിരിക്കും.
മാമൽസിലും അത്തരം വർഗ്ഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വർഗ്ഗങ്ങൾ തന്നെയാണ് ഫോസിലാകാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഡൈനോസേഴ്സിന്റെ സ്പീഷീസ് ടേൺ ഓവർ റേറ്റ് മാമൽസിന് സമാനമാണെന്ന് കരുതിയാൽ പോലും 17 കോടി വർഷങ്ങൾ കൊണ്ട് ഡൈനോസേഴ്സിന് 170 തവണ സ്പീഷീസ് ടേൺ ഓവർ സംഭവിച്ചിട്ടുണ്ടാകും. അതുപോലെ ഒരേ സമയം നിലനിൽക്കുന്ന സ്പീഷീസും ഒരുപക്ഷെ ഒരുപാട് കൂടുതലായിരിക്കും. എന്തെന്നാൽ ഡൈനോസേഴ്സിന്റെ ഒരു പിൻഗാമി ഇപ്പോഴും ഭൂമിയിലുണ്ട്. അതാണ് പക്ഷികൾ. ഇന്ന് ഭൂമിയിൽ 11,000-ൽ കൂടുതൽ പക്ഷിവർഗ്ഗങ്ങളുണ്ട്. ഡൈനോസേഴ്സും ഇത്രയേറെ വൈവിധ്യമായി പരിണമിച്ചിട്ടുണ്ടെന്ന് കരുതിയാൽ ഏകദേശം 19 ലക്ഷം ഡൈനോസർ വർഗ്ഗങ്ങൾ വരെ ഉണ്ടായിരുന്നിരിക്കും. ഇനി ഫോസിൽസ് ഉണ്ടാകാനുള്ള സാധ്യതയും അത് അതിജീവിക്കാനുള്ള സാധ്യതയും അത് നമ്മൾ കണ്ടെത്താനുള്ള സാധ്യതയും ഒക്കെ പരിഗണിച്ച് കണക്കുകൂട്ടി നോക്കിയാൽ ഒരുപക്ഷെ 50 ലക്ഷത്തിൽ കൂടുതൽ ഡൈനോസർ വർഗ്ഗങ്ങൾ വരെ ഉണ്ടായിരുന്നിരിക്കാം. നമ്മൾ കണ്ടെത്തിയ 1500 വർഗ്ഗങ്ങളിൽ പോലും അത്യധികം അത്ഭുതാവഹമായ ഡൈനോസേഴ്സ് ഉണ്ട്. അപ്പോൾ ബാക്കി ലക്ഷക്കണക്കിന് വർഗ്ഗങ്ങളിൽ എന്തെല്ലാം വിധത്തിൽ വിചിത്രവും തീവ്രവും ഭയാനകവുമായ ഡൈനോസേഴ്സ് ഉണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. നിർഭാഗ്യവശാൽ അവയൊന്നും ഫോസിൽസായി മാറിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഡൈനോസേഴ്സിന്റെ നിലനിൽപ്പ് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാനും കഴിയില്ല.